അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. മുമ്പ് ആഹാരം എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എടി, ഈ പാട്ടും കൂത്തും മാത്രമല്ല ചടങ്ങ്. പിള്ളേർക്ക് പാലും പഴം കൊടുക്കണ്ടേ? പാല് ഞാൻ കൊടുക്കാം. ഞാൻ പഴം. അതെനിക്കറിയാം. അതല്ല, പഴം ഞാൻ കൊടുക്കാന്ന്. അവിടെ നിൽക്കും മോളെ. ഈ താക്കോല് അല്ലേ വേണ്ട, എന്റെ തന്നെ ഇരിക്കട്ടെ, നീ കൊണ്ട് കളയും. അവിടെ ഇരുന്ന് കൊഞ്ചാതെ. ഞാൻ വരാം ചെന്നോ. അവരവിടെ ഇരുന്ന് നല്ല പാട്ടായിരുന്നല്ലേ? നല്ല പാട്ട്. നല്ല പാട്ട്. ദൈവമേ, കല്യാണം കഴിച്ച് ഒരു ടെൻഷൻ. ഇങ്ങനെ ഇരിക്കുന്ന തന്നെ ഭയങ്കര ക്ഷീണവും. മൈൻഡ് ചെയ്യല്ലേ ഉമ്മടിച്ചോണ്ടിരിക്കട്ടെ അവിടെ. മുഴുകുമ്പോ വരും. എന്റെ മാമൻ തന്നെടാ ഞാൻ. ഓ ഞാൻ എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ തറവാട്ടിന് ഞാൻ കാല് കൊത്തൂല. കാല് കൊത്തിയ ഈ ബാലം പെണ്ണാണ്ടാ പെണ്ണ്. മാമ ഇങ്ങോട്ട് കയറി വാമാ. ഞാൻ കാല് വരത്തില്ല. എന്റെ അവിടെ തന്നെ നിന്നോ. അങ്ങനെ പറയില്ലേ, നാട്ടുകാരണ്ടാ ചമ്മി പോവും ഞാൻ. ഗിഫ്റ്റ് ഇല്ലേ? നല്ല വിറ്റല്ലേ? വിറ്റല്ല, ഗിഫ്റ്റ് ഇല്ലേ? അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആണേ മീനാവാ? മീനല്ല, നല്ല മുന്തിരിക്കൊത്ത് വെച്ച ലഡു. മുന്തിരി കൊത്തി വെച്ച ലഡുവാണ്. അയ്യോ ചേട്ടാ, ഇതിൽ മുന്തിരി ഇല്ല. ഇല്ലേ? ഇല്ല. അമ്മാര് മുന്തിരി ഇല്ല അമ്മ. ബസ്സിലിരുന്ന് അടിച്ചോണ്ട് നോപ്പോയെ ടച്ചിങ്സിലൊന്നും ഇല്ലായിരുന്നു. അതിന്റെ കൊത്തെടുത്ത് തിന്ന്. എടാ, എന്റെ മോളെവിടെ? എന്റെ മോളോടെ നിന്റെ പെണ്ണെവിടെ? കണ്ടിട്ടില്ലേ? ഈ വീടിന്റെ നിലവിളക്ക് അവിടെ വിളി കാണട്ടെ. മാമ, നിന്റെ പേരെന്താടി? ചാരി. നിന്റെ അച്ഛന്റെ പേരെന്തോ? ഹരിദാസ്. നിന്റെ തറവാട് എവിടെയാടി? ഞാറുമൂട്. നീ എങ്ങനെ കൈവശം കൊടുത്തിട്ട് മോനെ നീ കഴിക്കലാക്കിയടി? അതങ്ങനെയാണ്. അവള് ചെറിയ കാര്യം മതി, അവള് കരയും. അങ്ങനെ അവള് കരയോന്ന്. ഞാൻ നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെ വേണം. എന്നിട്ട് ഈ തറവാട്ടിലുള്ള എല്ലാത്തിനും കോടതി കയറ്റി ഇറക്കണം. മക്കളെ, ബാലമാമന്റെ പേര് മക്കൾക്ക് അറിഞ്ഞൂടല്ലേ? ഇത്ര നേരം അറിഞ്ഞൂടായിരുന്നു, പക്ഷെ ഇനി ഞാൻ അത് ഫസ്റ്റ് ആയിരുന്നു. നോക്കിക്കോ, പേപ്പറെ കത്തിച്ചെല്ലാൻ പറയണം. ഞാൻ കൂടി അകത്താവും. എന്താന്നറിയാം ഇവിടെ ബഹളം? മാമ വന്നിരിക്കുന്നു. അത് ശരി, നല്ലൊരു ദിവസമായിട്ട് ഇപ്പോഴാണ് അളിയൻ പറഞ്ഞത്. അളിയാൻ മറണത് ഇല്ലേ? എടാ, നീ എന്റെ അടുത്ത് ചതി വേണ്ടായിരുന്നു. ഞാൻ എന്തോ ചെയ്തു? എന്റെ മോളെ കൊണ്ട് നിന്റെ മോനെ കെട്ടിക്കണമെന്ന് പറഞ്ഞത് നീ അത് മാറ്റിയല്ലേ? അത് അതിന് അളിയൻ കല്യാണം കഴിച്ചില്ലല്ലോ. ഇല്ല, കഴിച്ചില്ല. എടാ, നല്ലൊരു ദിവസം കല്യാണ ദിവസമല്ലേ? ഇതിൽ അടി ഉണ്ടാക്കാൻ കാരണം വേണ്ടി നാട്ടിൽ ചോദിച്ചാൽ പറയണ്ടേ? അളിയന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. രണ്ടെണ്ണം അടിക്കാം. എങ്ങനെ? രണ്ടെണ്ണം അടിക്കാന്ന്. മദ്യം കാണിച്ച് പിറകെ വരെ ഞാൻ എന്തോടാ വാലാട്ടി പട്ടിയാ? 3 എണ്ണം ആയാലോ? എങ്കിൽ ഞാൻ തകർക്കും. സന്തോഷിച്ചു നിൽക്കലേ അങ്ങോട്ട്. മൂന്ന് വർഷം ഞാൻ പ്രണയിച്ചിട്ട് നീ എന്നെ തേച്ചല്ലേ? ഞാനിവിടെ താമസിക്കുമ്പോ നീ ആദ്യരാത്രി കോഴിച്ചാട്ട് അവന്റെ കൂടെ ജീവിക്കാൻ നിന്റെ മനസ്സിൽ വെച്ചാ മതി. എന്നെ ഇരുട്ടത്താക്കിയിട്ട് നീയൊക്കെ വെളുത്തിരുന്ന് ചിരിക്കുമല്ലേ? കാണിച്ചാലെന്ന് ഞാൻ ഇവിടെ തൂങ്ങിയിട്ടുള്ള കാര്യമുള്ളൂ. ഇവിടെ തൂങ്ങി ഞാൻ ചത്തിട്ടുള്ള കാര്യമുള്ളൂ. നീ അറിഞ്ഞോളാ, ഞാൻ മരിക്കാൻ പോവാ. ആശ്വസിപ്പിക്കളെ, ആശ്വസിപ്പിക്കും. നീ ആളോടെ എന്റെ ആടിന്റെ കെട്ടഴിച്ചു വിട്ടെ. കയറും കൊണ്ട് വേണം. അമ്മച്ച വട്ടന്ന് ഭയങ്കര വെള്ളം കയറ്. കയറിപ്പോ തരാൻ പറ്റത്തില്ല. ഞാൻ ഈ വീട്ടിനകത്ത് ഒരു കയറ് വീഴണം. നീ എന്റെ വീട്ടിൽ വന്ന് ആടിന്റെ കഴുത്തിൽ കിടന്ന് കയറെടുത്തോണ്ട് വന്ന് എന്താ? ഞാൻ ആദ്യം ഒന്ന് മരിക്കട്ടെ. മരിച്ചു കഴിഞ്ഞ് കയറ് പോട്ടെ. നീ നശിക്കാൻ വേണ്ടി ആ തളാരെടുത്തോട്ട് ചെല്ലു പോ. നീ മരിക്കും. എന്നിട്ട് അറത്തിട്ടിട്ട് ഞാൻ ആ കയറും കൊണ്ടുപോയി. എനിക്ക് വീട്ടിൽ കയറ്റത്തില്ല. കാര്യം പറഞ്ഞു. എടാ, ഞാൻ പ്രേമിച്ചില്ല, 3 വർഷം പ്രേമിച്ചില്ലടാ. എടാ, കവലയിലെ വെളുത്ത ശാരി എന്നെ തേച്ചടാ. അതിനെത്ര താമസിച്ച അവളെ തന്നെ തേക്കാൻ പൊക്കോളൂ കേട്ടോ. എടാ, അവളെന്നെ തേച്ചത് അപ്പുറത്ത് പിന്നെ പ്രമോദ് അവളെ കെട്ടിക്കൊണ്ട് വന്നു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. പ്രമോദ് കെട്ടിയ ശാരിയാണോ? ആ, ഇന്നലെ കല്യാണം വിളിച്ച കല്യാണത്തിന് പോകാനും പറ്റി. കല്യാണം മരണം കൂടെ എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചാൻ കൂട്ടും. ഒരു കാര്യം നീ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇന്ന് ഞാൻ മരിച്ചിട്ടുള്ള കാര്യമുള്ളൂ. മരിച്ചിട്ട് ഇവിടുന്ന് ബാക്കിയുള്ളവർ പോയാൽ മതി. എടാ, നീ കയറ് എന്നെ വീട്ടിൽ കയറ്റത്തില്ല. വീട് നീ പോകുന്നു. ഞാൻ മരിക്കോളിയാ. ഇനി എനിക്ക് ജീവിക്കണ്ട. അവൾ എന്നെ തേച്ച സ്ഥിതിക്ക് ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആണായിട്ട് ഞാൻ ജീവിക്കുന്നത്? ഇനി ഞാൻ ആണാകൂല. ഞാൻ ഇവിടെ തൂങ്ങി ചത്തിട്ടുള്ള കാര്യമുള്ളൂ. വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ എടാ, ആടെങ്കിലും എതിലേരും കയറിപ്പോയി രക്ഷപ്പെടട്ടാ. പോട്ടാ ആ വീട്ടിൽ നിന്ന്. പോ, നീ ഒന്ന് മാറി പോ. കല്യാണം പിടിച്ചിട്ട് എപ്പോഴാണ് നീ പറഞ്ഞത്? വരാൻ പറ്റി. ചെറിയൊരു ആടിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട്. ഞാനിവിടെ മരിക്കാൻ വേണ്ടി നിൽക്കാം. വാടകയ്ക്ക് എടുത്ത കസേര നീ കസേര ഇറങ്ങടേ. എന്നെ പരിപാടി. ഞാനിത് മരിക്കട്ടെ. ഞാനിപ്പോ കുറച്ച് കഴിയുമ്പോൾ തരാം. ഇറങ്ങടാ. മരിക്കുന്നു പറഞ്ഞാൽ മരിക്കട്ടാവേ. നീ മരി എന്നിട്ട് കസേര തന്നാ മതി. അത് ശരി. അപ്പൊ തള്ളയും മോനും കൂടെ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള പണിയല്ലേ? നിന്റെ കാര്യം എന്താ? നീ പ്രശ്നം എന്താന്ന് പറയടേ. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഇപ്പൊ അഭിനയിക്കുമായിരുന്നല്ലേ? എന്തുവാടെ നിന്റെ പ്രശ്നം എന്താണ്?
അറിയത്തില്ലെന്ന്. നീ ആദ്യം കയറ് കൊണ്ട് വേടാ പോയി. ഇവന്റെ കയറ് അങ്ങോട്ട് പോ. അമ്മച്ചി കയറ്. ഇങ്ങോട്ട് വാടാ. എടാ ഒന്ന് കേൾക്കാനെങ്കിലും ഇവിടെ നിൽക്കടാ. തന്നെ കിടന്ന് വർത്താനം പറഞ്ഞാൽ വല്ലവരും പ്രാന്തായിരിക്കും. നീ ഇവിടെ നില്ലേ? നിങ്ങളേ അകത്തൊരുത്തെ കെട്ടിച്ചു വിട്ട് ഇവിടെ നിർത്തിയിട്ടില്ലേ? അയ്യോ എന്റെ പുന്നാര മോള്. പൊന്നാര മോള് ഇതിനകത്ത് എന്നാന്നറിയോ? പാപ്പച്ചി 75 വയസ്സുള്ള പുറകെ പറഞ്ഞു പാപ്പത്തി. പാപ്പത്തി അല്ല, എന്റെ ഹൃദയത്തിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നവളെയാ നിങ്ങളുടെ മകൻ കെട്ടിക്കൊണ്ട് വന്നു. അറിയോ? 3 വർഷം ഞാൻ അവിടെ പുറകെ നടന്ന എന്നെ വലിപ്പിച്ചാ നിങ്ങളുടെ കുടുംബത്തോട്ട് കയറി ഇറങ്ങി വാടി ഇങ്ങോട്ട്. അയ്യോ നമ്മളെ കുടുംബത്തിൽ അവിഹിതം നടന്നേ. മനുഷ്യ 24 മണിക്കൂർ നിങ്ങളെന്നും പറഞ്ഞിരിക്കുന്ന എന്നോട് ഇങ്ങനെ പറയരുത്. അവിഹിതം ഉണ്ടാക്കാൻ പറ്റിയ ആളൊക്കെ നീ അല്ലടി. പിന്നെ നിങ്ങൾക്കാണോ? നമ്മളെ മോനെ മരുമോളെ ഇറക്കും. പ്രമോദേ, പ്രമോദ് എന്താ നിങ്ങളുടെ മോനെ ഞാൻ എന്താ കാണാൻ വേണ്ടിട്ടാ? എനിക്ക് അവളെയാ കാണണ്ടേ. അവളെ ഇങ്ങോട്ട് ഇറക്കി വിടും നിങ്ങള്. നീ കെട്ടിക്കൊണ്ട് വന്നിട്ടില്ലടാ ഒരു വെള്ളപ്പാറ്റനെ. അതിനെ ഇങ്ങോട്ട് ഇറക്കി വിടാനാ പറഞ്ഞത്. ചേട്ടാ അപ്പൊ നിനക്ക് അറിയാല്ലേ ഇതുപോലൊക്കെ കൊഞ്ചാൻ വേട്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറണ എന്താ? 3 വർഷം നീ തേച്ച് കഴിയും. 3 വർഷം സത്യം പറയൂ. അയ്യോ ചേട്ടാ, ഞാൻ ചുമ്മാ പറയുന്നതാ ചേട്ടാ. അമ്മ ഞാൻ പറയണതേ. മോളെ ഇവൻ പറയുന്നത് നേരാണോ? ഞാൻ പറയണതൊന്ന് കേക്കണം. എടാ നാറി, നിന്റെ അടുത്ത് ആരാ പ്രേമിക്കാൻ വന്നത്? നീ അല്ലടാ എന്റെ പുറകെ നടന്നത്. ചേട്ടാ ഞാൻ പഠിക്കാൻ പോകുമ്പോ ഇവ എന്റെ പുറകെ നടക്കും. ഞാൻ പറഞ്ഞില്ല ഒരു വായി നോക്കി വൃത്തികെട്ട ഞരമ്പൻ. നിന്നെ വൈഫിനെ പറയണം. നമ്മളെ കോണം പറഞ്ഞ ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. അവന് തലക്ക് സുഖല്ലേ. നിങ്ങൾ പോയി കിടക്കാൻ നോക്കൂ. നിന്റെ കണ്ണുകൂട്ടൊന്ന് അയച്ചു തരാമോ? ഒറ്റ ഇടി എപ്പാ കടുക്കട്ടെ. നീ വന്നേടാ. എനിക്കാണ് സമാധാനം എന്ന് പറയുന്നത് കിട്ടുന്നില്ല. എടാ ഞാനിവിടെ ജീവിക്കാം. അവൾ അങ്ങനെയാണ് ആദ്യരാത്രി ഘോഷിക്കുന്നത്. നീ നോക്കിയേ, നേരം രാത്രിയാകുമ്പോൾ അവർ കിടക്കാൻ പോവാ. ഇനി നമുക്കിട്ട് പണിയോടെ കൂടെ കൊടുക്കണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ആദ്യരാത്രി മുടക്കണം. ആണോ? മനസ്സിലായില്ലേ? അപ്പൊ ആദ്യരാത്രി കുളവാക്കണം. നീ ഒരു കാര്യം ചെയ്യ്. നമുക്ക് നേരെ അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. നൈസായിട്ട് പണിയും കൊടുക്കുന്നു. എന്റെ കൂടെ നിന്നോണം. ഞാൻ നിൽക്കും. അവന്റെ ആദ്യരാത്രി ഞാൻ ശരിയാക്കി ഞാൻ തരുന്നുണ്ട്. ഒരു തരത്തിലും അവനെ ഇന്ന് ഉറക്കരുത്. ഇല്ല. അതാണ് മോളെ മോളെ ചേട്ടാ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്യട്ടാ. അവന്റെ ലക്ഷ്യം അത് തന്നെയാണ്. അവൻ അങ്ങോട്ട് തന്നെ എത്തിച്ചേരുന്നത്. നീ അടുത്തോക്കി ഇരിക്ക്. ഒന്ന് പോയേ. കൂടെ അടുത്തോക്കി ഇരിക്ക്. വേണ്ടെന്ന്. ഇങ്ങോട്ട് അടുത്തോട്ടിരിക്ക്. ഇതിന് മാത്രം അടുത്ത് കയറിയിരിക്കും. അവൻ എന്നെ പനിച്ചു തൂറി കിടക്കോളാം അതിനകത്ത്. മോളെ ചേട്ടാ ഇന്ന് എന്താ കല്യാണം കഴിഞ്ഞല്ലേ? ഇല്ല എന്താ മണ്ണെണ്ണ കിട്ടുമോ? മണ്ണെണ്ണ ഇല്ലേ? കണ്ണാ സിഞ്ചരിച്ച മണ്ണെണ്ണ. കൊച്ചിന്റെ പാമ്പേഴ്സ് കത്തിക്കാൻ. അടക്കി. എന്റെ അയ്യപ്പ, എന്റെ കൈ മുറിഞ്ഞേ. അയ്യോ കടിച്ചു. മോളെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലോ മുള്ളോ കാലയ്ക്ക് മറ്റേ സാമിയേ അയ്യപ്പോ അയ്യപ്പോ സാമിയേ. എന്താണ് ഈ പാട്ട് ഇപ്പൊ പാടിയത്? ഇടാ ഒരു ഭക്തിഗാനം കേൾക്കുമ്പോ അവരുടെ ആ റൂട്ട് അങ്ങ് മാറും. അതാണ്. പിന്മാറും. അതാണ്. മോളെ ചേട്ടാ ഇപ്പൊ കേട്ട പാട്ട് കേട്ടാ? കേട്ടു. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്ന. എന്താ ചേട്ടാ? നമ്മുടെ മൂത്ത കൊച്ചിനെ മല ചവിട്ടണം. കേട്ടോ, അവൻ ത്രെഡില്ലായിരിക്കായിരുന്നു. നീ ഇട്ട് കൊടുത്തില്ലേ? അവൻ അതേ പിടിച്ചു കയറും. അവന് പണി കൊടുക്കും. എപ്പോഴും എന്നെ കാണിക്കുന്നു. പറയേട്ടാ. നിന്റെ മുഖത്ത് മൂക്കുരുടി. എവിടാ? ഇവിടാ. ഇവിടെയോ? ഇവിടെയോ? ഇതോ? ഇവിടാ. ഇവിടെയോ? അപ്പോ അവിടെ തന്നെ. അതിരാത്രി നീ എന്നെ കൊളവാക്കിയിട്ട് നീ ആദ്യരാത്രി ഘോഷിക്കണല്ലേ? നടത്തി ഞാൻ കട്ടിലടിക്കാറുണ്ട്. നീ പൂച്ചക്കുഞ്ഞാണ്. ഇറങ്ങി ഇങ്ങോട്ട്. ഒന്ന് കേട്ടോ.
അവൻ തുടങ്ങിയില്ല പക്ഷേ നീ എന്നെ വഞ്ചിച്ചവളല്ലേ നീ വഞ്ചകി. ഇങ്ങോട്ട് വാ. ഇനി ഒന്നുമില്ല. ഉണ്ടാക്കാനല്ലടാ ഡോർ വെച്ചിരിക്കണം, ഉണ്ടാക്കാനല്ല. പട്ടി പറ്റി കിടക്കുന്നോർത്ത് പിന്നെ പോ, അങ്ങോട്ടൊന്നും കേറി ചെല്ലല്ലടാ. ഇപ്പൊ ഞാൻ എന്നോട് ചെയ്യുന്നു. നിനക്കിപ്പോ എന്നാ വേണ്ടേ? അളിയ ഈ സാധനം കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. ഒരു കാരണവശാലും അവന്റെ ആദ്യരാത്രി നടക്കില്ല. ഈ ആദ്യരാത്രി എങ്ങനെയും പൊളിക്കണം അളിയാ. ആദ്യ രാത്രി പൊളിക്കാൻ പറ്റിയ ഒരാള് ദോണ്ട നിൽക്കുന്നു. പ്രമോദിന്റെ അമ്മാവനാ. പ്രമോദിന്റെ അമ്മാവൻ. പട്ടി കട്ടന്റെ അടിയിൽ കൊണ്ട് ഒളിച്ചു വെച്ചിരുന്നു. നല്ല കേട്ടാണല്ലോ. കഷ്ടം എപ്പോഴാണ് കട്ടന്റെ അടി വിളിച്ചിട്ടിരുന്ന അളിയെ ഒളിച്ചു വെച്ചിരുന്നല്ലേ? നമുക്കിത് പറഞ്ഞിട്ട് വരാം. പറയല്ലേ, ഒന്നാമത് അവൻ കലിപ്പാണ്. ഉണ്ടല്ലേ, വേണേ ഒരെണ്ണം ഒഴിച്ചു തരാം. അല്ല എനിക്ക് അടി കമ്പനിക്ക് അടി മതി. പിടിപ്പില്ല അങ്ങോട്ട്. ഏതായാലും മാമൻ വന്ന് ചേരേണ്ട സ്ഥലത്താ വന്നേക്കുന്നത്. ആ നമുക്ക് ഈ പുള്ളിയെ കൊണ്ട് പിന്നെ മുടപ്പിക്കാം. എന്റെ മാമന്റെ ഒക്കെ അവസ്ഥ ഓർക്കുമ്പോ സങ്കടം വരുവോ? സത്യം പറഞ്ഞു മാമൻ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ ദൈവം, മാമനോട് പിന്നെ ഇത് പറഞ്ഞില്ലേടാ? അവരെങ്ങനെ പറയൂടാ? ഭരണക്കാരിയൊക്കെ എങ്ങനെ നേരിട്ട് പറയുന്നത്? സംഭവം എന്നാന്നറിയോ? ഇവിടെ വന്ന് കേറിയിരിക്കുന്ന അവളില്ലേ, അവക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന്. അന്ന് മാത്രമല്ലേ ദോഷമുള്ളൂ, ബാക്കി കുഴപ്പമില്ലല്ല. മണ്ടത്തരത്തിന്റെ ഫാക്ടറി ആണോ പണിതിട്ടേക്കുന്നത്? കാര്യം പറ. അതല്ലെന്ന്, ഈ ചൊവ്വാദോഷം ഉള്ളവള് വന്ന് കേറിയാൽ ഇവിടുത്തെ മൂത്ത കാർന്നൂര് മരിച്ചു പോകുമെന്ന്. ചാവണം. അവൻ ചത്ത് മണ്ട വളർന്ന് ഇവിടെ കൈയും കാലിൽ ഏഴണത് എന്റെ കണ്ണുണ്ട്, കാണണം എനിക്ക്. ആരാര്യ മാമിനി പറയുന്നേ? ഇവിടുത്തെ അവന്റെ പ്രമോന്റെ അച്ഛന്റെ കാര്യമല്ലേ? ദൈവം, ഇവിടുത്തെ മൂത്ത കാർന്നൂരെന്ന് പറയുമ്പോ ആരാ? ഞാനാ. നിങ്ങളുടെ കാര്യമായി പറഞ്ഞത്. ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്തോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കരുത്. മനസ്സിലായോ? അങ്ങനെ അവര് സംഗമിച്ചാൽ എന്ന് വെച്ചാ അവര് രമിച്ചാൽ മാമൻ മരിക്കും. അയ്യോ വലിച്ച് ആദ്യ രാത്രി കുളവാക്കണം. ഞാൻ കുളവാക്കും കേട്ടോ? ഒരു കാരണവശാലും അവര് സംഗമിക്കാൻ പാടില്ല. മാറ്. മുണ്ടെന്ന് അളിയാ, എടാ അളിയാ തുറടാ. എടാ പ്രമോദ തുറടാ. ഒരു കാര്യം ചെയ്യാൻ. അയ്യോ മുണ്ട്. നീ രമിച്ചാടാ? നീ രമിച്ചാ? അയ്യോ ആങ്ങളായിരുന്നോ? അയ്യോ അകത്ത് ചോറ് കഴിക്ക്. എന്റെ കൊലച്ചോറ് കണ്ടിട്ട് നിനക്ക് അടങ്ങുള്ളല്ലേ? ഒരു നല്ലൊരു ദിവസമായിട്ട് എന്തോന്നല്ലേ എന്റെ സ്വഭാവമൊക്കെ ശരിക്കും അറിഞ്ഞൂടാ. ഇപ്പൊ ഈ കൊച്ചിനെ വെച്ച് നടക്കണം. നാട്ടിന് വേണ്ടതെന്ന് അറിയാമോ? ഇവളെ കുറിച്ച് മോശമാണ് പറയണത്. ചെള്ളു ചാടും പോലെ. എന്താണ് പ്രശ്നം? ജോത്സ്യം പറഞ്ഞെന്താണെന്നറിയാമോ? ഇവൾക്ക് ചൊവ്വാദോഷം മാത്രമല്ല, ഇവള് ഈ വീട്ടിൽ ജീവിച്ചു കഴിഞ്ഞാ ഈ വീട്ടിലെ മൂത്ത കാരണവർ മരിക്കുന്നു ജോത്സ്യം പറഞ്ഞ്. ഞാൻ ജോത്സ്യം പറഞ്ഞു? ആര് പറഞ്ഞു? അവൻ പറഞ്ഞു. ആര്? നിനക്ക് എന്തിനാ വൈകുന്നേരം തൊട്ട് എന്നെ എന്റെ മോനെ എന്റെ മരുമോനെ കാണുമ്പോ ചൊറിച്ചില്ല? ചൊറിയും. നീ നോക്കിക്കോ പൊന്നുമോനെ, എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഈ രണ്ടുപേരുടെ ആദ്യ രാത്രി ഘോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ആദ്യ രാത്രി ഘോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം ആദ്യ രാത്രിയാണ് വിഷയം. അതെ, അത് ആഘോഷിക്കാൻ സമ്മതിക്കൂല. പിന്നെ ആദ്യ രാത്രി ഘോഷിച്ചാൽ പിന്നെ ജീവിതം മുഴുവൻ കുളം തോണ്ടി പോവല്ലേ? നീ അവളെ വിളിച്ചകത്ത് പോകും. വിഷയം എന്താണ്? ഇവരുടെ ആദ്യ രാത്രി ഞാൻ നടത്തത്തില്ല. എടാ അതൊക്കെ കഴിഞ്ഞടാ, എന്നേ കഴിഞ്ഞു. കൊച്ചനെ, ഇവർ 6 മാസമായിട്ട് എറണാകുളത്ത് ലിവിംഗ് ടുഗദറായിട്ട് ജീവിക്കുമായിരുന്നു. പെണ്ണിപ്പൊ 3 മാസം ഗർഭിണിയാ. അതുകൊണ്ടല്ലേ നമ്മൾ പിടിച്ച് പെട്ടെന്ന് കെട്ടിച്ചത്. വേറെ വല്ല ജോലിക്ക് പോവാൻ നോക്കണേ. അളിയാ മഞ്ഞ് കൊള്ളാതെ പറഞ്ഞെങ്കിൽ വന്ന് കയറി കിടക്കാൻ നോക്കും. 3 മാസമായിട്ട് ഒന്നും അറിയാൻ മേലത്തെ വേട്ടാവിളി എനിക്കിട്ട് പേശ പണിതല്ലോടാ. അതെ, അപ്പൊ സംഭവം പൊളിഞ്ഞില്ലേ? അപ്പൊ ഇത്രയും പൊളിഞ്ഞ സ്ഥിതിക്ക് ഒരു ഐഡിയ എന്താ? എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റുമോ? എന്നാത്തിന്? ഈ രാത്രി എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ.